ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് കുബേര എന്ന മൂവിയാണ്. തെരുവിൽ യാചിക്കുന്ന ഒരു ഭിക്ഷക്കാരന്റെ കയ്യിൽ 10,000 കോടി രൂപ കിട്ടുകയാണ്. പിന്നീട് അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളും അവൻ എങ്ങനെ അതിനേക്ക് തരണം ചെയ്യുന്നു എന്നതുമാണ് ഈ ഒരു മൂവി കാണിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു പെട്രോളിയം പ്രോജക്റ്റ് ആണ്. വർഷങ്ങളായിട്ട് ഓയിൽ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഒടുവിൽ അത് നടന്നിരിക്കുന്നു. ഓയിൽ അവർ കണ്ടെത്തി. ഇനി എവിടെ നിന്നും കടം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ തങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരോട് പ്രോജക്ട് മാനേജർ പറയുന്നുണ്ട് ഇതിപ്പോ ആരോടും പറയാൻ നിൽക്കണ്ട എന്ന്. എന്നിട്ട് അയാള് വലിയൊരു കോടീശ്വരനായ നീരജ് എന്ന് പറയുന്ന ആളെ വിളിക്കുന്നു. ഓയിൽ കണ്ടെത്തിയ വിവരങ്ങൾ പുറത്തു വിടണ്ടെന്ന് തന്നെയാണ് നീരജൻ പറയുന്നത്. അതിനെപ്പറ്റി അറിയാവുന്ന എല്ലാവരെയും തന്നെ കൊന്നുകളയാനും പറയുന്നു. എന്നിട്ട് ഈ നീരജ് നേരെ പോയി അതുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്ററെ കാണുന്നുണ്ട്. മിനിസ്റ്റർ പറയുന്നുണ്ട് ഓയിൽ കണ്ടെത്തിയ സ്ഥിതിക്ക് വരാൻ പോകുന്ന ഇലക്ഷനിൽ അതെനിക്കൊരു മുതൽക്കൂട്ടായിരിക്കും, ജനങ്ങൾ എനിക്ക് തന്നെ വോട്ട് ചെയ്യും. എന്നാൽ നീരജ് പറയുന്നു അത്രയും സിമ്പിൾ ആയിട്ട് ആൾക്കാരുടെ മുന്നിൽ ഈ കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ഒരു വിലയും കാണില്ല. ഒരു നാച്ചുറൽ സോഴ്സ് കണ്ടെത്തി അത് നിങ്ങൾ അവർക്ക് കൊടുത്തു, അങ്ങനെ അവർ കാണൂ. മറിച്ചത് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ നല്ലൊരു തുക ഞാൻ നിങ്ങൾക്ക് തരും. ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ പറയുകയും വേണം എന്റെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങി സബ്സിഡിയാക്കി നിങ്ങൾക്ക് തരുകയാണെന്ന്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ വിലയുണ്ടാവും. അടുത്ത 2-3 വർഷത്തേക്ക് നിങ്ങൾക്ക് ഭരണത്തിലിരിക്കുകയും ചെയ്യാം. അതൊരു നല്ല ഐഡിയ ആണെന്ന് മിനിസ്റ്റർക്കും തോന്നി. അങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോജക്റ്റ് താൽക്കാലികമായിട്ട് നിർത്തണം. അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കി ഇതിനെപ്പറ്റി അറിവുള്ള എല്ലാവരെയും തന്നെ കൊല്ലുന്നു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ പലർക്കും കാശ് കൊടുക്കണമായിരുന്നല്ലോ. ആ കാശെല്ലാം തന്നെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കോടികൾ വരുന്ന കാശാണ്. ഈ ബ്ലാക്ക് മണിയൊക്കെ വൈറ്റ് ആക്കി എടുക്കുകയും വേണം. അത് മാത്രമല്ല ഇത് വേറെ രീതിയിലും കണ്ടുപിടിക്കാനും പാടില്ല. ഇതിനെപ്പറ്റിയൊക്കെ നല്ല രീതിയിൽ അറിവുള്ള ആരെങ്കിലും ഇവരെ ഹെൽപ്പ് ചെയ്തെങ്കിലേ പറ്റൂ. മിനിസ്റ്റർ തന്റെ വാക്ക് പാലിച്ച് ആ പ്രോജക്റ്റ് എല്ലാം നിർത്തി അത് നീരജിന് കൊടുത്തു. ഇനി നീരജ് കാശ് തിരിച്ചു കൊടുക്കേണ്ട ഘട്ടമെത്തിയിരിക്കുകയാണ്. ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയെ തനിക്കറിയാമെന്ന് നീരജിന്റെ അച്ഛൻ പറയുന്നു. എക്സ് CBI ഓഫീസറായിരുന്ന ദീപക് ആയിരുന്നു അത്. അയാൾ ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. സത്യസന്ധനായ അവനാകട്ടെ ഇപ്പോൾ ജയിലിലാണ്. അതിന് കാരണം ഒരു മന്ത്രിയെ റെയ്ഡ് ചെയ്തതായിരുന്നു. സത്യസന്ധനായ അവന് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സ് ഇപ്പോൾ മാറിയിട്ടുണ്ടാകും. ജയിലിൽ നിന്ന് അവനെ പുറത്തിറക്കാമെന്ന് അവന് വാക്കുകൊടുത്ത് നമ്മുടെ കൂടെ നിർത്തുകയാണെങ്കിൽ അത് നമുക്ക് നല്ലതായിരിക്കുമെന്ന് നീരജിന്റെ അച്ഛൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നീരജിനെയും ഭാര്യ ശില്പയാണ്. അവർക്കൊരു മകളുണ്ട്. മകൾക്കറിയില്ല നീരജ് ജയിലിൽ കിടക്കുകയാണെന്ന്. അവൻ അബ്രോഡാണെന്നാണ് ശില്പ മകളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അടുത്ത വരാൻ പോകുന്ന ട്രയലിൽ ഇവന്റെ ശിക്ഷയിൽ ഇളവ് ലഭിക്കുകയും ഇവൻ പെട്ടെന്ന് പുറത്തിറങ്ങുകയും ചെയ്യുമെന്നൊക്കെയായിരുന്നു ഇവരുടെ വിശ്വാസം. അതിനിടയ്ക്ക് നീരജ് വന്ന് ദീപകിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. നീ എനിക്ക് വേണ്ടിയിട്ടൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാമെന്ന് പറയുന്നു. നീരജിനെ പറ്റി ഒരു ഇതൊക്കെ അറിയാവുന്ന ദീപക് അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. നേരായ വഴിയിൽ താൻ പുറത്തിറങ്ങുമെന്നായിരുന്നു ദീപകിന്റെ വിശ്വാസം. എന്നാൽ ദീപകിന്റെ ആ വിശ്വാസം എല്ലാം തന്നെ തകർന്നു. അയാൾ വീണ്ടും 7 വർഷം ജയിലിൽ കിടക്കണമായിരുന്നു. ഒടുവിൽ അയാളുടെ സത്യസന്ധതയെല്ലാം തന്നെ മാറ്റിവെച്ചു. കുടുംബത്തിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും വെളിയിലിറങ്ങിയെങ്കിലേ പറ്റൂ. അതിനുവേണ്ടി നീരജുമായിട്ട് അയാൾ കൈകോർക്കുന്നു. അങ്ങനെ നീരജിന്റെ ഹെൽപ്പോടുകൂടി അയാൾ ജയിലിന് പുറത്തിറങ്ങി. പക്ഷെ നീരജ് അയാളോട് തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പെട്രോളിയത്തിന്റെ കാര്യമോ ആ പ്രോജക്റ്റിനെ പറ്റിയോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മണി ട്രാൻസ്ഫറിങ്ങിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ദീപക് അവർക്ക് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പരിചയത്തിലും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത 4 പേരെ നിങ്ങൾ കൂട്ടിയിട്ട് വരണം. നിങ്ങളുടെ ബിനാമിയാക്കി വെക്കണം. അവർ വഴി വേണം ഈ ക്യാഷ് എല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ. അങ്ങനെ അറിയാത്ത 4 പേരെ കൊണ്ടുവന്ന് അവരുടെ അക്കൗണ്ടിലേക്ക് കോടികൾ ഇട്ടിട്ട് അവസാനം അവർ ആ കാശുമായിട്ട് മുങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് നീരജ് ചോദിക്കുമ്പോൾ ദീപക് പറയുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും വലുതായിട്ട് അറിയാത്ത ആൾക്കാർ വേണം. ബാങ്ക് അക്കൗണ്ടിനെ പറ്റിയോ കാശിനെ പറ്റിയോ അത് ചെലവാക്കുന്ന രീതിയെ പറ്റിയോ അല്ലെങ്കിൽ എഴുത്തും വായനയോ അങ്ങനെ ഒന്നും അറിയാത്ത ആൾക്കാര്. ഇക്കാലത്ത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എങ്ങനെ കിട്ടുമെന്ന് നീരജ് ചോദിക്കുന്നു. അതിന് ദീപക് പറഞ്ഞു കൊടുക്കുന്ന ഐഡിയ ആയിരുന്നു ഭിക്ഷക്കാര്. അവരെ സംബന്ധിച്ച് ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അവർക്കറിയില്ല. ഭിക്ഷ എടുത്ത് ജീവിക്കുന്നവരാണ്. അത്രയൊക്കെ ബുദ്ധി ഉണ്ടാവുകയുള്ളൂ. ബാങ്കിങ്ങിനെ പറ്റിയോ ക്യാഷ് ട്രാൻസ്ഫറിനെ പറ്റിയോ ഒന്നും തന്നെ അവർക്ക് അറിവുണ്ടാകില്ല. അത് ഓക്കെയാണെന്ന് നീരജിന് തോന്നി. അടുത്തതായിട്ട് തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ഭിക്ഷയാചിച്ച് നടക്കുന്ന നമ്മുടെ നായകനായ ദേവയെ കാണിക്കുന്നു. തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ വണ്ടി ഇടിച്ചിട്ട് പോകുന്നത് ദേവ കണ്ടിട്ട് ആ വണ്ടിയുടെ പിറകെ ഓടുന്നുണ്ട്. വണ്ടിയുടെ കളർ ഏതാണെന്നും അത് എങ്ങോട്ടൊക്കെയാ പോയതെന്നും ഒക്കെ അവന് കറക്റ്റ് ആയിട്ട് ഓർമ്മയുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ തന്റെ കൂട്ടുകാരോട് വന്ന് അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ഇടികൊണ്ട് വീണ വ്യക്തിയാകട്ടെ മരിച്ചിട്ടുമുണ്ട്. അതൊരു ഭിക്ഷക്കാരനായത് കാരണം വേസ്റ്റ് എടുക്കാൻ പോകുന്ന ആൾക്കാർ പോലും ആ വ്യക്തിയെ എടുക്കുന്നില്ല. പക്ഷെ ദേവിയും തന്റെ കൂട്ടരും ആ മരിച്ച വ്യക്തിയെ എടുത്തുകൊണ്ടുപോയി കുറെ തടിക്കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ആചാരപ്രകാരം ആ വ്യക്തിയുടെ ശവത്തിന് തീ കൊളുത്തുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൻ അടുത്ത ജന്മവും ഭിക്ഷക്കാരനായി ജനിക്കുമെന്നായിരുന്നു ദേവയുടെ വിശ്വാസം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവരെല്ലാവരും ഇരിക്കുന്ന സ്ഥലത്തേക്ക് നീരജിന്റെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ജോലിയും താമസിക്കാൻ സ്ഥലവും ഭക്ഷണവും തരാം, ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടോ എന്ന്. അത് കേട്ടെന്ന് ദേവ പറയുന്നുണ്ട് തനിക്ക് താല്പര്യമുണ്ടെന്ന്. അങ്ങനെ നീരജിന്റെ ആൾക്കാര് പലയിടത്തു നിന്നും 4 ഭിക്ഷക്കാരെ കൊണ്ടുവരുന്നു. നമ്മുടെ ദേവയും അവന്റെ കൂടെ 3 പേരും. ഇയാളുടെ പേര് കേളു എന്നും ഈ പെൺകുട്ടിയുടെ പേര് കുഷ്ബു എന്നും ഈ വ്യക്തിയുടെ പേര് ദിബിയ എന്നുമാണ്. കുഷ്ബു ആകട്ടെ പ്രഗ്നന്റ് ആയിരുന്നു. പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് അവർക്കത് മനസ്സിലായില്ല. ദേവയുടെ അമ്മയെ അവന് ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടതാണ്. പ്രഗ്നന്റ് ആയ ദേവയുടെ അമ്മയെ വണ്ടി ഇടിച്ചിട്ട് പോയതായിരുന്നു. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ ഒരുപാട് ശ്രമിച്ചു
ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവനങ്ങനെ അനാഥനായി മാറി. അങ്ങനെ ഇവർ 4 പേരെയും ഒരു റൂമിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഖുഷ്ബു ആകട്ടെ ബാത്റൂമിലേക്ക് പോയ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കേളു ഖുഷ്ബുവിന്റെ പെട്ടിയിൽ നിന്ന് കാശെടുക്കുന്നു. അതിന്റെ പേരിൽ ഖുഷ്ബുവും കേളുവും ആകെ വഴക്കായി. അത് കണ്ടുകൊണ്ട് വന്ന നീരജിന്റെ കൂട്ടത്തിലുള്ള റോബോ എന്ന് പറയുന്ന ആള് കേളുവിനെ ഒരുപാട് തല്ലുന്നു. അതുകൊണ്ട് ശരിക്കും ബാക്കിയുള്ള എല്ലാവരും പേടിച്ചു. തങ്ങളെ ഉപദ്രവിക്കാനാണോ ഇവർ കൊണ്ടുവന്നതെന്നായിരുന്നു അവരുടെ പേടി. പിറ്റേന്ന് രാവിലെ ദീപക് വന്ന് അവരോടെല്ലാം വെളിയിലേക്ക് വരാൻ പറയുന്നു. കൂട്ടത്തിൽ കേളുവിനെ റോബോ ഉപദ്രവിച്ചിരിക്കുന്നത് കണ്ടിട്ട് ദീപക് റോബോയെ ഒരുപാട് വഴക്കും പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ ദേവ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദീപക് നല്ലൊരു വ്യക്തിയാണെന്ന് ദേവയ്ക്ക് തോന്നാൻ തുടങ്ങി. അവരോടെല്ലാം വളരെയധികം സ്നേഹത്തിലാണ് ദീപക് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവർക്കൊക്കെ എഴുത്തും വായനയൊക്കെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ആർക്കും അതൊന്നും തന്നെ അറിയില്ലായിരുന്നു. കൂട്ടത്തിലുള്ള ആൾക്കാരോട് ദീപക് പറയുന്നുണ്ട് ഇവരെ എല്ലാവരെയും തന്നെ വൃത്തിയാക്കി എടുക്കണമെന്ന്. കൂടാതെ ബേസിക് ട്രെയിനിങ് എല്ലാം തന്നെ കൊടുക്കണം. എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, ടോയ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെ എല്ലാ ട്രെയിനിങ്ങും കൊടുക്കണം. മാത്രമല്ല അവർക്കൊക്കെ എന്ത് കഴിക്കാനാണ് ആഗ്രഹമെന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്ക് ബിരിയാണി വേണമെന്നാണ് അവർ പറയുന്നത്. ആദ്യമായിട്ടായിരുന്നു അവരോട് ഒരാള് എന്താണ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചത്. ഇത്രയും കാലം അവരെന്താണോ കിട്ടിയത് അതൊക്കെ കഴിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. ഈ ഭിക്ഷക്കാരുടെ പേരില് ഫോറിനിലെല്ലാം തന്നെ കമ്പനീസ് ഓപ്പൺ ചെയ്ത് ഹവാല വഴി അവരുടെ സ്വിസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനായിരുന്നു ഇവരുടെ ഉദ്ദേശം. ആ കാശ് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് വൈറ്റ് മണിയായി മാറുമെന്നാണ് ദീപക് പറയുന്നത്. ഇനി അടുത്ത ടാസ്ക് ഈ ഭിക്ഷക്കാരെല്ലാം ഓരോ കമ്പനിയുടെ CEO ആണെന്ന് പറഞ്ഞ് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതിനുള്ള ട്രെയിനിങ് എല്ലാം തന്നെ ഇവർ കൊടുക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ആ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. അവളെ ഒഴിവാക്കാൻ ദീപക് പറഞ്ഞെങ്കിലും അതൊന്നും സാരമില്ല, അവക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യണ്ടല്ലോ, വെറുതെ ഇരുന്നാ പോരെ എന്നാണ് നീരജ് പറയുന്നത്. ദീപകിന് അവരോടൊക്കെ സഹതാപം ഉണ്ടായിരുന്നു. ഈ ജോലിയെല്ലാം കഴിയുമ്പോൾ അവരെ തിരിച്ചുവിടണമെന്നായിരുന്നു ദീപകിന്റെ ഉദ്ദേശം. എന്നാൽ നീരജിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. ജോലിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൊല്ലണമെന്നാണ് നീരജിന്റെ ഉദ്ദേശം. അങ്ങനെ ഇവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് ട്രെയിനിങ് എല്ലാം കൊടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ദേവയുടെ വലത്തെ കൈയാകട്ടെ സ്വാധീനമില്ലാത്തതാണ്. ചെറുപ്പത്തിലെ തന്നെ കുറച്ച് ആൾക്കാർ അവന്റെ ആ കൈ തല്ലി ഓടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഓരോ ദിവസവും ട്രെയിനിങ് നടക്കുന്നതിനിടയിലും നമ്മുടെ ദേവ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുന്നതെല്ലാം തന്നെ റോബോ കാണുന്നു. റോബോ ആ നായ്ക്കളെ എപ്പോഴും ഓടിച്ചുവിടും. ദേവയ്ക്ക് ആ നായ്ക്കളെ വളരെ കാര്യമായിരുന്നു. ഇത്രയും നാളും ഇവർ ദീപകിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു ദിവസം ഫ്ലൈറ്റിൽ കയറുന്ന ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ വെച്ചിട്ട് നീരജിനെ ഇവർ കാണുന്നുണ്ട്. തങ്ങളുടെ എല്ലാം വലിയ സാറ് നീരജാണെന്ന് ദേവയ്ക്കും കൂട്ടർക്കും മനസ്സിലായി. അങ്ങനെ പിന്നീട് ഇവരെല്ലാം കൊണ്ടുപോയി സ്വിസ് ബാങ്കില് അക്കൗണ്ട് ഒക്കെ എടുപ്പിക്കുന്നു. ഇനിയിപ്പോ കാശ് ട്രാൻസ്ഫർ ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ. അത് കുറച്ചു നേരത്തിനുള്ളിൽ ചെയ്യുമെന്ന് ദീപക് നീരജിനോട് പറയുന്നു. ആദ്യം ട്രാൻസാക്ഷൻ ചെയ്യുന്നത് കേളുവിന്റെ അക്കൗണ്ടിലുള്ള കാശായിരുന്നു. അതിനവന്റെ എല്ലാം തന്നെ സ്കാൻ ചെയ്യണമായിരുന്നു. സ്കാനിങ് എല്ലാം കഴിഞ്ഞ് അവനാകട്ടെ ദീപകിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോഴേക്കും റോബോയും കൂട്ടരും അവനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവന് നല്ല ബിരിയാണി വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ നീരജ് പറഞ്ഞ പ്രകാരം അവനെ കൊല്ലാനായിരുന്നു അവർ കൊണ്ടുപോയത്. കടലിന്റെ നടുക്ക് കൊണ്ടുപോയി സ്രാവുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവനെ ഇട്ടുകൊടുത്തു. കേളു തിരിച്ചു വരാത്ത കാരണം ദേവ ആകെ ടെൻഷനിലായി. ഇവര് കൊടുത്ത ട്രെയിനിങ് ഒക്കെ വെച്ചിട്ട് അവന് ഫോൺ ഉപയോഗിക്കാൻ അറിയാമായിരുന്നു. അങ്ങനെ അവൻ ദീപകിന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് കേളു തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുന്നു. താൻ അറിയാതെ എന്തോ നടക്കുന്നെന്ന് മനസ്സിലാക്കിയ ദീപക് ആകട്ടെ നീരജിനെ കാണാൻ ചെല്ലുന്നു. അപ്പോഴാണ് നീരജിന്റെ അടുത്തു നിന്നും ദീപക് അറിയുന്നത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവരെ എല്ലാം കൊല്ലുമെന്ന്. ദീപക് അതിനെ എതിർത്തെങ്കിലും നീരജ് നീ അതിൽ ഇടപെടേണ്ട എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാരണവശാൽ പ്രശ്നം ഉണ്ടാക്കിയാൽ നീ തിരിച്ച് ജയിലിലേക്ക് തന്നെ പോകേണ്ടി വരും. ദീപക് നിസ്സഹായനായിരുന്നു. വീട്ടിലെത്തിയ അയാൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അടുത്തതായിട്ട് ദിവ്യയുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ആ സമയത്ത് ദീപകിന്റെ കണ്ണെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിയുമ്പോൾ അവനെയും കൊല്ലുമെന്നും ദീപകിന് അറിയാം. അങ്ങനെ റോബോയും കൂട്ടരും ദിവ്യയെയും കൊല്ലാൻ കൊണ്ടുപോയി. ഇപ്പോൾ ബാക്കിയുള്ളത് ദേവയും ഖുഷ്ബുവും മാത്രമാണ്. ഈ റോബോയാകട്ടെ ഖുഷ്ബുവിനോട് മോശമായിട്ട് പെരുമാറുന്നു. ദേഷ്യം വന്ന ദേവയാകട്ടെ റോബോയുടെ തലക്കടിച്ചിട്ട് അവളെയും കൊണ്ട് ബാത്റൂമിലേക്ക് കടന്നു. അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഹോളിലൂടെ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് വയറുണ്ടായത് കാരണം അതിലൂടെ ഇറങ്ങാൻ പറ്റിയില്ല. പിറ്റേന്ന് രാവിലെ വരെ അവർ അങ്ങനെ തന്നെ ഇരുന്നു. ദീപക് വന്നിട്ടാണ് അവർ പുറത്തിറങ്ങുന്നത്. ദേവ നടന്ന കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ദീപക് പറയുന്നുണ്ട് നമുക്കതൊക്കെ വന്നിട്ട് സംസാരിക്കാം, ഇപ്പൊ അത്യാവശ്യമായിട്ട് നിന്നെയും കൊണ്ട് ഒരിടത്ത് പോകണമെന്ന്. അങ്ങനെ ദേവയും കൊണ്ട് രജിസ്ട്രാർ ഓഫീസിലേക്കാണ് ദീപക് പോകുന്നത്. അവിടെ കുറച്ച് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. നാരായണൻ എന്ന രജിസ്ട്രാറിന്റെ അടുത്ത് വന്ന് എവിടേക്കോ സൈൻ ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ആ നാരായണന്റെ ഫ്ളാറ്റിന്റെ അടുത്ത് പോയിട്ട് അയാളുടെ കയ്യിൽ ഒരു സ്യൂട്ട് കേസ് ഏൽപ്പിക്കുന്നു. സ്യൂട്ട് കേസും വാങ്ങി നാരായണൻ തന്റെ ഫ്ളാറ്റിലേക്ക് കയറിപ്പോയി. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ദേവയ്ക്ക് മനസ്സിലായില്ല. പിന്നീട് അവസാനം അവൻ ദീപകിന്റെ അടുത്ത് തന്നെ എത്തി. ലാസ്റ്റ് ആയിട്ട് അവന്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് എല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. അവന്റെ സ്കാനിങ് എല്ലാം തന്നെ നടക്കുകയാണ്. അതെല്ലാം തീർന്നതും ദേവയാകട്ടെ ദീപകിനോട് പറയുന്നുണ്ട് റോബോ ഖുഷ്ബുവിനോട് മോശമായിട്ട് പെരുമാറിയെന്ന്. അത് കേട്ട് ദീപകിന് നല്ല ദേഷ്യം വന്നു. അയാൾ റോബോയെ പോയി കുറെ അടിക്കുന്നു. ഇതെല്ലാം കാരണം റോബോയ്ക്ക് ദേവയോട് ആകെ ദേഷ്യമായിരുന്നു. അവനെ കൊണ്ടുള്ള കാര്യമെല്ലാം കഴിഞ്ഞ കാരണം അവനെ ഇതുപോലെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. എന്നാൽ പോകുന്ന വഴിയിലെല്ലാം തന്നെ കാറിനകത്തിട്ട് ദേവയെ അവൻ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നു. ദേവിക്ക് മനസ്സിലായി ഇവൻ തന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന്. അത് കാരണം യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദേവയാകട്ടെ വെളിയിലേക്ക് ഇറങ്ങി. ആ ടൈമിലാണ് ദീപകിന് മനസ്സിലാകുന്നത് ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, അത് ഫെയിലായി എന്ന്. അത് കാരണം പെട്ടെന്ന് ദീപക് റോബോയെ വിളിച്ച് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ദേവയെ തിരിച്ചു കൊണ്ടുവരണം, അവനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന്. കോള് കട്ടാക്കി റോബോ തിരിഞ്ഞു നോക്കിയതും ദേവ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദീപക് അവിടേക്ക് വന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ദേവ
ദേവയെ കണ്ടുപിടിക്കണമെന്ന്. അതിന് തൊട്ടടുത്തായിട്ട് റെയിൽവേ സ്റ്റേഷനും മറ്റും ഉണ്ടായിരുന്നു. ദേവ അവിടേക്കാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ അവൻ ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ നായികയായ സമീറ ഇരിപ്പുണ്ട്. അവളാകട്ടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ജീവിതത്തിലും എന്തോ മോശമായിട്ട് സംഭവിച്ചിരിക്കുന്നു. ഇവന്റെ ഈ വരവൊക്കെ കണ്ടിട്ട് സമീറയ്ക്ക് മനസ്സിലായി ഇവൻ എന്തോ പ്രശ്നത്തിലാണെന്ന്. അവൻ അവിടെ വന്നിരുന്നതും ക്ഷീണമെല്ലാം കാരണം ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നു. ഒടുവിൽ സമീറയാണ് അവന് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. ദേവയും സമീറയും സൗത്ത് ഇന്ത്യ വിട്ട് തൊട്ടപ്പുറത്തുള്ള ഏതോ ഒരു സ്റ്റേറ്റിലായിരുന്നു ഇപ്പോഴുണ്ടായിരുന്നത്. ദേവയെ ദീപക്കും കൂട്ടരും ഈ ഒരു സ്റ്റേറ്റ് മാറിയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പോലും ദേവയ്ക്ക് മനസ്സിലായില്ല. അവൻ അവന്റെ സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുള്ള വഴിയും അറിയില്ല. ഇവനും തമിഴാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി സമീറ അവനോട് സംസാരിക്കുന്നു. എന്തെങ്കിലും സഹായം വേണോ, നിങ്ങൾക്ക് ആഹാരം വേണോ എന്നൊക്കെ ചോദിക്കുന്നു. ആഹാരം വേണോന്ന് അവൻ പറയുമ്പോൾ എന്നാ കാശ് താൻ ഞാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് അവൾ പറയുമ്പോൾ അവന്റെ കയ്യിൽ കാശില്ലാന്ന് അവൻ പറയുന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് എടുത്ത് അവൾ അവന് കഴിക്കാനും കൊടുത്തു. അതിനിടയ്ക്ക് സമീറ തന്റെ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സ്നേഹിച്ച പയ്യനുമായിട്ട് സമീറ ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ ആ പയ്യൻ ഇവളെ ചതിച്ചു. കാശൊന്നും ഇല്ലാതെ ഇവളുടെ കൂടെ പോകാൻ ആ പയ്യൻ തയ്യാറല്ല. ഇപ്പൊ അവൾക്ക് തിരിച്ച് വീട്ടിലേക്കും പോകാൻ പറ്റില്ല, ആ പയ്യന്റെ കൂടെയും പോകാൻ പറ്റില്ല. ഇതെല്ലാം കേട്ട് അവളുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, തൽക്കാലം നീ എന്റെ വീട്ടിലേക്ക് വരാൻ, ഇവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കിയിട്ട് നിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയാം നീ ജോലി അന്വേഷിച്ച് വന്നതാണെന്ന്. എന്നാൽ ഇതെല്ലാം കേട്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്ന സമീറയാകട്ടെ ജീവിക്കണോ മരിക്കണോ എന്നറിയാതെ ആ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയായിരുന്നു. അവളുടെ പോക്കത്ര ശരിയല്ലാന്ന് ദേവിക്ക് മനസ്സിലായി. ട്രെയിൻ വന്നതും പെട്ടെന്ന് ദേവയാകട്ടെ അവളെ പിടിച്ചു മാറ്റുന്നു. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഇങ്ങനെ മരിക്കാൻ നടക്കാതെ ജീവിക്കാനാണ് അവൻ പറയുന്നത്. അങ്ങനെ അവസാനം അവൾ അവളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു. അതിനിടയ്ക്ക് ദേവ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ദീപകിന്റെ നമ്പറിലേക്ക് വിളിക്കുന്നു. ദേവയെ സംബന്ധിച്ച് അവൻ വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ദീപക് നല്ലവനാണെന്നും റോബോ തന്നോട് ചെയ്യുന്നതൊന്നും തന്നെ ദീപകിന് അറിയാതെ ചെയ്യുന്നതാണെന്നും അതുകൊണ്ട് അയാൾ തന്നെ രക്ഷിക്കുമെന്നും. പക്ഷെ ദീപകിന്റെ ഫോൺ വണ്ടിയിലിരിക്കുന്ന കാരണം ദേവ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതൊരു വോയിസ് മെയിലിലേക്ക് പോവുകയാണ്. അവൻ ഫോൺ തിരിച്ചു കൊടുത്തതും സമീറ ആ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്തു. അവൾ ഓട്ടോയിൽ കയറാൻ നേരത്ത് അവൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പള്ളിയിൽ ആഹാരം കിട്ടും, എന്നെ അവിടെ ഒന്ന് ഇറക്കി വിടാമോന്ന്. എന്നാ കയറിക്കോന്ന് അവളും പറയുന്നു. പള്ളിയുടെ ഭാഗത്ത് അവനെ ഇറക്കി വിട്ട ശേഷം അവൾ തന്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി. അതിനിടയ്ക്ക് ദീപകിന്റെ ഫോണിൽ വന്ന ആ കോള് ദീപക് ചെക്ക് ചെയ്യുകയും അത് ദേവയാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. കൂട്ടുകാരുടെ വീട്ടിലെത്തിയ ശേഷം സമീറ ഫോൺ ഓൺ ആക്കിയതും ഇവരവളുടെ ലൊക്കേഷൻ കണ്ടെത്തി അവിടേക്ക് വരുന്നു. ഇവരെല്ലാവരും പെട്ടെന്ന് വന്ന് ഇവളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന കണ്ടിട്ട് കൂട്ടുകാരിയും അവരുടെ വീട്ടുകാരും പേടിച്ചു. ആ പള്ളിയുടെ അടുത്താണ് അവനെ ഇറക്കി വിട്ടതെന്ന് ഇവള് പറഞ്ഞതും റോബോയും കൂട്ടരും അവിടേക്ക് പോകുന്നു. റോബോയും കൂട്ടരും വരുന്നത് അവിടെ ആഹാരം കഴിക്കാനിരുന്ന ദേവ കാണുകയും ചെയ്യുന്നുണ്ട്. അവൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇവിടെ ഇവര് വന്ന് അന്വേഷണമൊക്കെ നടത്തിയ കാരണം സമീറയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവളുടെ കൂട്ടുകാരിയും വീട്ടുകാരും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഇവൾ ഇവിടെ നിന്നും പോകണമെന്ന്. അങ്ങനെ അവൾക്കൊരു ഹോസ്റ്റലിലേക്ക് മാറേണ്ടതായി വരികയാണ്. ഇവിടെ വെള്ളത്തിൽ ചാടി രക്ഷപ്പെട്ട നമ്മുടെ ദേവ രാവിലെയാകുമ്പോ ഒരു റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവൻ സമീറയെ കാണുന്നത്. അവൾ അപ്പോഴും ഹോസ്റ്റൽ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നിന്നെ ഹെൽപ്പ് ചെയ്ത കാരണം എനിക്ക് മുഴുവൻ പ്രശ്നങ്ങളാണെന്ന് അവൾ അവനോട് പറയുന്നുണ്ട്. ദേവിയെ സംബന്ധിച്ച് അവനൊരു രീതിയുണ്ട്. അവനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ പിറകിൽ നിന്ന് അവൻ പോകാറില്ല. ഇടയ്ക്കിടയ്ക്ക് അവരെ തേടി അവൻ വരും. അവൻ അവളുടെ പുറകെ തന്നെ നടക്കുകയാണ്. എനിക്ക് സ്ഥലം അറിയില്ല, എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി പറഞ്ഞു തരുമോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ച്. ഒരു തവണ ചെയ്തതിന്റെ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ മൈൻഡ് ചെയ്യാതെ തന്നെ നടക്കാൻ തുടങ്ങി. ഇവിടെ ഇപ്പോഴും ദേവ ചാടിപ്പോയ കാര്യം നീരജ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തൽക്കാലം പെട്ടെന്ന് തന്നെ ദേവയെ കണ്ടുപിടിക്കാന്ന് കരുതിയിട്ട് ദീപക്കും കൂട്ടരും അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദേവയുടെ കാര്യം അവിടെ നിർത്തിയിട്ട് അവർ കുഷ്ബുവിന്റെ കാര്യം ചെയ്യുന്നു. അവളുടെ മണിയെല്ലാം തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. കുഷ്ബു ദീപകിനോട് പറയുന്നുണ്ട് ആ റോബോ തന്നെ ഉപദ്രവിക്കും, ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ എന്നെ എന്തെങ്കിലും ചെയ്യോ, എന്നെ രക്ഷിക്കുമോ എന്ന്. ദീപക് നിസ്സഹായനായിരുന്നു. ദേവ അവിടെ തെരുവിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും തന്നെ പോലെ ഭിക്ഷ എടുക്കുന്ന രണ്ട് കുട്ടികളെ കണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഭിക്ഷ എടുത്ത് ആഹാരം വാങ്ങി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം താൻ വന്ന വഴികളൊക്കെ ചെറുതായിട്ട് അവന് ഓർമ്മയുണ്ടായത് കാരണം ഇത്രയും ദിവസം അവൻ താമസിച്ചിരുന്ന ആ ദീപകൊക്കെ ഉള്ള ആ വീട്ടിലേക്ക് അവൻ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവൻ കാണുന്നത് കട്ടിലിൽ എല്ലാ സാധനങ്ങളും വലിച്ചു വാരി ഇട്ടിരിക്കുന്നതാണ്. കുഷ്ബുവിന്റെ ആ ചെറിയ പണപ്പെട്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. റോബോ കുഷ്ബുവിനെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അവൻ അവിടേക്ക് വന്ന വിവരം സെക്യൂരിറ്റി വിളിച്ച് ദീപകിനെ അറിയിച്ചത് കാരണം ദീപക്കും റോബോയും സംഘം അവിടേക്ക് വരികയാണ്. മുകളിൽ നിന്ന് ദേവ ഇതെല്ലാം കാണുന്നുണ്ട്. ദീപക് റോബോയുടെ കൂടെ സംസാരിക്കുന്നത്. അതോടുകൂടി ദീപക്കും ഈ കൂട്ടത്തിലുള്ളതാണെന്ന് ദേവയ്ക്ക് മനസ്സിലായി. ദേവ പെട്ടെന്ന് ബാത്റൂമിനകത്ത് കഥ കടിച്ചിരുന്നു. ദീപക് വന്ന് പുറത്തുനിന്ന് കൊട്ടുന്നുണ്ട്. എന്നാൽ ദേവ പറയുന്നുണ്ട് റോബോ നല്ലവനല്ല, അവൻ കുഷ്ബുവിനെ എന്തോ ചെയ്തു, അവനൊരു ദുഷ്ടനാണെന്നൊക്കെ. നമുക്കതൊക്കെ അവൻ വരുമ്പോ ചോദിക്കാമെന്നും ഞാൻ അവനോട് സംസാരിക്കാമെന്നും ദീപക് പറയുന്നു. അയാൾ അങ്ങനെ പറഞ്ഞതും ദേവ ഉറപ്പിച്ചു. കാരണം താഴെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിന്നതാ. ഇപ്പോ റോബോ ഇവിടെ ഇല്ലാന്ന് ഇയാൾ കള്ളം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദേവ അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ ഹോളിലൂടെ രക്ഷപ്പെടുകയാണ്. അവൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കി ഇവരെല്ലാവരും അവനെ തെരഞ്ഞു വീണ്ടും ഇറങ്ങി. ദേവയെ അന്വേഷിച്ച് ആ കാടിന്റെ പലയിടങ്ങളിലേക്കും റോബോയും കൂട്ടരും സഞ്ചരിക്കുന്നു. ഇന്നൊരു മരത്തിന്റെ ഇടയിൽ ദേവ ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ അവൻ ആഹാരം കൊടുക്കുന്ന ആ നായ്ക്കളുണ്ടല്ലോ, അത് അവനെ കണ്ടിട്ട് അവന്റെ അടുത്തേക്ക് വരുന്നു. സ്നേഹത്തോടുള്ള അവരുടെ വരവ് കണ്ടപ്പോൾ തന്നെ റോബോയ്ക്ക് മനസ്സിലായി ഇവിടെ അടുത്തെവിടെയോ ദേവയുണ്ടെന്ന്. നായ്ക്കളെല്ലാം ഓടിച്ചിട്ട് മരത്തിന്റെ ഇടയ്ക്ക് നിന്നും ദേവയെ അവൻ കൈയോടെ പിടിക്കുന്നു. ഇവർ തമ്മിൽ ആകെ ഫൈറ്റ് നടക്കുകയാണ്. അതിനിടയ്ക്ക് ആ നായ്ക്കള് വീണ്ടും തിരിച്ചു വന്നിട്ട് ദേവയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ റോബോയുടെ കൈ
കൈയെല്ലാം തന്നെ കടിച്ചു പറിക്കുന്നുണ്ട് ആ നായ്ക്കള്. ആ ഒരു ഫൈറ്റിനിടയിൽ റോബോയ്ക്ക് അവന്റെ ഒരു കൈ തന്നെ നഷ്ടമായി. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ദേവ ഓടി ഓടി എത്തുന്നതാകട്ടെ നമ്മുടെ സമീറുള്ള ഹോസ്റ്റലിലേക്കായിരുന്നു. അതിന്റെ നടുമുറ്റത്തേക്ക് വന്ന് അവൻ വീണു. കണ്ണടയുന്നതിന് മുമ്പ് അവൻ സമീറയുടെ മുഖമാണ് കാണുന്നത്. ഇതിനോടകം തന്നെ നീരജ് നമ്മുടെ ദേവ ചാടിപ്പോയ വിവരം അറിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ചേ പറ്റുമെന്നാണ് ദീപകിനോട് അയാൾ പറയുന്നത്. ദേവയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ദീപകിന്റെ ഫാമിലിയെ വരെ കൊല്ലുമെന്നുള്ള ഭീഷണിയായി. ഓൾറെഡി തന്നെ ഈ നീരജിന്റെ ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോരുത്തരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ രജിസ്ട്രാർ ഓഫീസറെ കൊന്നു. ഇവിടെ റോബോ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞാൻ ഒരു കാരണവശാലും ദേവയെ വിടത്തില്ലാന്നും അവനോട് പകരം ചോദിക്കുമെന്നും പറയുന്നു. ദേവ കണ്ണു തുറക്കുമ്പോ അവന് ഹോസ്പിറ്റലായിരുന്നു. സമീറ എങ്ങനെയൊക്കെയോ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. നീ എന്തിനാണ് എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്നാണ് അവള് ചോദിക്കുന്നത്. തനിക്ക് ഈ നാട്ടില് അറിയാവുന്നത് നിങ്ങളെ മാത്രമാണെന്നാണ് ദേവ പറയുന്നത്. വേറെ ആരും തന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. താനൊരു ഭിക്ഷക്കാരനാണെന്നുള്ള സത്യം കൂടി അവൻ സമീറയോട് തുറന്നു പറയുന്നു. അവള് ശരിക്കും ഞെട്ടിപ്പോയി. തന്നെ കുറച്ച് ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോയി ആഹാരമൊക്കെ തന്നിട്ട് തന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചു, എവിടെയൊക്കെയോ സൈൻ ചെയ്യിപ്പിച്ചു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവൻ പറയുന്നതൊന്നും സമീറയ്ക്ക് മനസ്സിലായില്ല. ഇപ്പൊ എന്തിനോ വേണ്ടിയിട്ട് എന്റെ പിറകെ നടക്കുകയാണെന്നാണ് അവൻ പറയുന്നത്. ഒരു രീതിയിൽ അവന്റെ അവസ്ഥ തന്നെയാണ് സമീറയ്ക്കെന്നും അവള് പറയുന്നു. തന്റെ കയ്യിലും അധികം കാശില്ല, എങ്ങനെയെങ്കിലും ജോലി കണ്ടെത്തണം. ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ കാശുണ്ടെങ്കിൽ നീ തരാൻ പറയുമ്പോ ദേവയാകട്ടെ കുഷ്ബുവിന്റെ ആ ചെറിയ പെട്ടിയാണ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നത്. കുഷ്ബുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ എടുക്കണമെന്ന് അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായിരുന്ന കുറച്ച് കാശിൽ നിന്നും അവർ ഹോസ്പിറ്റലിലെ ബില്ലടച്ചു. ഇവിടെ ദേവിയെ തിരക്കി ദീപക് വീണ്ടും അവൻ നിന്നിരുന്ന തിരുപ്പതിയിലേക്ക് എത്തുന്നു. അവിടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഈ വൃദ്ധനായ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് ദേവയെ പറ്റിയുള്ള കാര്യങ്ങള്. അപ്പോഴാണ് അയാൾ പറയുന്നത് ചെറുപ്പത്തിലെ അനാഥനായ അവനാകട്ടെ ഒരു അനാഥാലയത്തിൽ ചെന്നുപെട്ടു. എന്നാൽ ആ അനാഥാലയത്തിലെ ആൾക്കാരാകട്ടെ ഇവരെയെല്ലാം ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. അവിടെ നിന്നും ഒരു പയ്യന്റെ കൂടിയാണ് ഇവൻ രക്ഷപ്പെട്ടു പോയത്. പക്ഷെ ചെന്നപ്പെട്ടത് വീണ്ടും ഇതുപോലെയുള്ള ആൾക്കാരുടെ അടുത്ത്. അവരിവരുടെ കൈയൊക്കെ ഒടിച്ചു. എന്നിട്ട് ഇവരെ കൊണ്ട് ഭിക്ഷ യാചിപ്പിച്ചു. അവന്റെ കഥയൊക്കെ കേട്ടിട്ട് ദീപകിന് സഹതാപം തോന്നിയെങ്കിലും അവനെ പിടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ അയാളുടെ ഫാമിലി സേഫ് ആകൂ. അതുകൊണ്ട് ഈ വൃദ്ധനിൽ നിന്നും ദീപക് അറിയുന്നുണ്ട് അവനെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ അവൻ ആ ആൾക്കാരെ ചുറ്റിപ്പറ്റി തന്നെ എപ്പോഴും നിൽക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ സമീറയ്ക്ക് അറിയായിരിക്കും ഇവൻ എവിടെയാണെന്ന്. സമീറയെ കാണാൻ അവൻ വീണ്ടും വന്നിട്ടുണ്ടാകും. അതിനോടകം ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ അടച്ചിട്ട് സമീറ പോയിട്ടുണ്ടായിരുന്നു. നിനക്ക് എവിടാ പോകണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പൊക്കോന്നും അവനോട് പറയുന്നു. അവള് തിരിച്ച് ഹോസ്റ്റലിൽ എത്തി കഴിയുമ്പോഴാണ് ദീപകിന്റെ കോൾ അവൾക്ക് വരുന്നത്. ദേവേ നിങ്ങൾ പിന്നെ കണ്ടായിരുന്നോ, അവനെങ്ങാനും വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ താൻ കണ്ടില്ല, എനിക്ക് അറിയില്ല എന്നൊക്കെ അവള് പറയുന്നുണ്ട്. ഇവരവനെ കണ്ടുപിടിക്കാൻ നടക്കുന്നത് ഇവനെ കൊല്ലാനാണെന്ന് ഓൾറെഡി ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവൾ അവനെ കാട്ടിക്കൊടുത്തില്ല. അവള് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അവനെ കാണുന്നില്ല. പക്ഷെ അവളെ അന്വേഷിച്ച് ഓൾറെഡി തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണിയും വാങ്ങിക്കൊണ്ട് അവൻ അവളുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ തിരിച്ചു വരുമ്പോൾ അവനെ കാണുകയും ചെയ്യുന്നു. തന്റെ കാമുകന് വേണ്ടിയിട്ട് അവൾ വാങ്ങിച്ച ഡ്രസ്സ് എന്തായാലും ഇനി വേണ്ടല്ലോ, അതാകട്ടെ ഇവന് കൊടുക്കുന്നു. എന്നിട്ട് മര്യാദയ്ക്ക് കുളിച്ച് വൃത്തിയായി നിന്റെ നാട്ടിലേക്ക് പോകാൻ പറയുകയാണ്. സമീർ അവനോട് ചോദിക്കുന്നുണ്ട് ദീപക് എന്തിനാണ് നിന്നെ തേടി നടക്കുന്നതെന്ന്. അവൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തന്നെ ഇങ്ങനെ കൊണ്ടുവന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു, ഞങ്ങൾക്ക് വലിയൊരു സാറുണ്ട്, പിന്നെ ഒരു രജിസ്ട്രാർ ഓഫീസിൽ പോയി, പിന്നെ വേറൊരു ഫ്ലാറ്റിന്റെ അടുത്ത് പോയി, ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നു. ഇതൊക്കെ ഓരോ അടയാളങ്ങൾ വെച്ചിട്ട് മാത്രമേ അവൻ ഓർത്തെടുക്കാൻ പറ്റൂ. പിന്നെ ആകെ അവന്റെ കയ്യിലുണ്ടായിരുന്നത് ആ രജിസ്ട്രാർ ഓഫീസിൽ നിന്നും അയാൾ കൊടുത്ത ഒരു കാർഡായിരുന്നു. ആ വിസിറ്റിംഗ് കാർഡ് കണ്ടിട്ട് സമീറ പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയി അന്വേഷിക്കാൻ. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. അങ്ങോട്ട് പോകാനുള്ള ബസ്സും അവൾ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവൻ കുളിച്ച് റെഡിയായി ആ ബസിന്റെ മുകളിൽ കയറിയിരുന്ന് ആ സ്ഥലത്തെത്തുന്നു. രജിസ്ട്രാർ ഓഫീസർ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവൻ അറിയുന്നത് ആ രജിസ്ട്രാർ മരിച്ചുപോയെന്ന്. അവിടെ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയൊന്നും അവന് മനസ്സിലാക്കാത്ത കാരണം അവൻ ആംഗ്യത്തിലായിരുന്നു കാണിച്ചിരുന്നത്. കൊന്നോ എന്ന് ഇങ്ങനെ ആംഗ്യത്തിൽ കാണിച്ചതും അവര് പേടിച്ചിട്ട് പോലീസിനെ വിളിക്കുന്നു. കാരണം ഇവൻ എന്തോ ഇവരെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അവൻ പറയുന്ന കാര്യങ്ങളൊന്നും പോലീസുകാർക്ക് വലുതായിട്ട് മനസ്സിലായില്ല. അവിടുത്തെ എസ് ഐ വന്നു കഴിയുമ്പോൾ ഇവനൊരു പിച്ചക്കാരനാണെന്ന് അറിഞ്ഞതും അവിടെ കിടക്കുന്ന കേസല്ല ഇവന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് അയാൾ പറയുന്നത്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പത്രത്തില് നമ്മുടെ നീരജിന്റെ ഫോട്ടോ കണ്ടിട്ട് അവൻ പറയുന്നുണ്ട് ഇയാളുടെ വീട്ടിലേക്കാണ് എന്നെ കൂട്ടുകൊണ്ടുപോയതെന്ന്. ഒരു പിച്ചക്കാരനെ നീരജിനെ പോലൊരാൾ കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് ആ എസ് ഐക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ ദേവയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഇവിടെ നീരജിന്റെ മേലെ കൂടുതൽ പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ മന്ത്രിമാര് കാശ് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ദീപക് സമീറുടെ അടുത്ത് നിന്ന് വീണ്ടും ദേവയെ പറ്റി ചോദിക്കുന്നു. ഹോസ്റ്റൽ ഇവരെല്ലാം കൂടെ കയറിയതോടുകൂടി ആകെ പ്രശ്നമായി. താൻ അവനെ കണ്ടിട്ടില്ല, എനിക്ക് അവനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ഇവൾ പറഞ്ഞെങ്കിലും അവർ വിശ്വസിക്കുന്നില്ല. കാരണം ദേവ പോകുന്നതിന് മുമ്പ് ആ കുഷ്ബുവിന്റെ ചെറിയ പണപ്പെട്ടി അവനാകട്ടെ സമീറയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ദീപകിന്റെ കണ്ണിൽപ്പെട്ടു. അതോടുകൂടി ഇവൾ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലാക്കി. ഇവളുടെ തലയിൽ തോക്കു ചൂണ്ടി ഇവളെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കുന്നു. ദേവ എങ്ങോട്ടാ പോയതെന്ന് അങ്ങനെ കണ്ടെത്തി. ആ രജിസ്ട്രാറിനെ തേടിയാണ് ദേവ പോയിരിക്കുന്നത്. അവരങ്ങനെ അങ്ങോട്ടേക്ക് വെച്ചുപിടിച്ചു. ഇവിടെ നമ്മുടെ ദേവയാകട്ടെ ആ എസ് ഐയും കൊണ്ട് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും അവൻ പോകുന്ന വഴിക്ക് കയറിയ ആ ഫ്ളാറ്റിന്റെ അടുത്തേക്ക് എത്തുന്നു. ആ രജിസ്ട്രാർ നാരായണന്റെ കയ്യിൽ സ്യൂട്ട് കേസ് കൊടുത്ത കാര്യം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പോലീസുകാരൻ അവിടുത്തെ സെക്യൂരിറ്റി ചോദ്യം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഈ നാരായണൻ ഈ ഫ്ളാറ്റിലേക്ക് മാസത്തിൽ ഒരു തവണ മാത്രമേ വരാറുള്ളൂ. ഇയാൾ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് ആദ്യം പെണ്ണുങ്ങൾ വന്നിട്ട് ഓൾഡ് മങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് പറയും.
ആ ടൈമിൽ ഈ സെക്യൂരിറ്റി താക്കോലെടുത്ത് കൊടുക്കും. പെൺകുട്ടികൾ റൂമിലേക്ക് പോകും. കുറെ കഴിയുമ്പോൾ അയാളും വരും. ഇതാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ദേവയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും ഇവർ താക്കോലും വാങ്ങി ആ റൂം പരിശോധിക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നു. അതിനുള്ളിൽ ഒരുപാട് പെൺകുട്ടികളുടെ ഡ്രസ്സുകളും ഉണ്ടായിരുന്നു. ഒരു പെട്ടിയിൽ ഗോൾഡ് ബിസ്ക്കറ്റും ഒരുപാട് പണവും ഉണ്ടായിരുന്നു. ആ ടൈമില് ദേവയെ അന്വേഷിച്ചിറങ്ങിയ ദീപക്കാകട്ടെ ആ രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ഇവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ വിവരം അറിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ദേവയാകട്ടെ ഈ എസ് ഐയുടെ കൂടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എസ് ഐയുടെ ഫോൺ ട്രാക്ക് ചെയ്ത് ഇവരിപ്പോൾ ഈ ഫ്ളാറ്റിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദേവ പറഞ്ഞ പ്രകാരം ആ രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ എസ് ഐ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ട് ദേവയെ പോലെ പാവപ്പെട്ട വേറൊരാളുടെ പേരിലും കൂടി കുറെ ബിൽഡിംഗ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നും ഒരുപാട് കോടികളുടെ പ്രോജക്റ്റുകൾ ഉണ്ടെന്നും. ഇവനോട് ഈ കോടിക്കണക്കൊക്കെ പറയുന്ന കിട്ട് അവന് മനസ്സിലാകുന്നില്ല. അത് എത്രത്തോളം പണമാണെന്ന് അവൻ ചോദിക്കുന്നു. അവന് മനസ്സിലാകുന്ന ഭാഷയിൽ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിന്റെ സ്ഥലം തിരുപ്പതിയല്ലേ, അതുപോലെ ചെന്നൈയിലും ബോംബെയിലും ഒക്കെയുള്ള ഒരുപാട് യാചകരെ എല്ലാം തന്നെ താമസിപ്പിക്കാനും അവർക്ക് വേണ്ട ആഹാരവും വിദ്യാഭ്യാസവും ഒക്കെ നൽകാനും പറ്റുന്നത്ര പണം. അതെല്ലാം കേട്ടപ്പോ ദേവയ്ക്ക് ഏകദേശം ഐഡിയ തോന്നി അത് എത്രത്തോളം പണം ഉണ്ടാകുമെന്ന്. 10,000 കോടിയായിരുന്നു ഇവന്റെ പേരിൽ കിടക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ പോലീസുകാരന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് ദീപക്കും കൂട്ടരും അവിടേക്ക് വരുന്നു. ദീപകിനെ കണ്ടതും പെട്ടെന്ന് ദേവ പേടിച്ച് മുകളിലേക്ക് കയറി. ഈ പോലീസുകാരൻ ദീപക് CBI ഓഫീസറാണെന്ന് പറഞ്ഞതും അയാളോട് സംസാരിക്കാൻ ആരംഭിച്ചു. ഇവന്റെ പേരിൽ നടക്കുന്ന സ്കാം എന്താണെന്നും നീരജ് എന്താണ് ചെയ്യുന്നതെന്നും ഒക്കെ. എന്നാൽ ആ പോലീസുകാരൻ അറിയില്ലായിരുന്നല്ലോ ദീപക്കും ഇവരുടെ കൂടെയാണെന്നുള്ള കാര്യം. ഈ പോലീസുകാരൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നറിഞ്ഞതോടുകൂടി ദീപകിന് ആകെ ടെൻഷനായി. വേറെ വഴിയില്ലാതെ ദീപക് ആ പോലീസുകാരനെ കൊല്ലുന്നു. ദേവയാകട്ടെ ആകെ ബഹളം ഉണ്ടാക്കുകയാണ്. എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട്. അവന്റെ കണ്ണില്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടത്താനും പറ്റില്ല. ദീപക്കും കൂട്ടരും അവനെ പിടിക്കുന്നതിന് മുമ്പ് അവൻ ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നു. താഴെ ഉണ്ടായിരുന്ന തെങ്ങുംതോപ്പിലേക്കാണ് അവൻ വീഴുന്നത്. തെങ്ങിന്റെ ഓലയിൽ പിടുത്തം കിട്ടിയ അവനാകട്ടെ വലിയ പരിക്കുകളൊന്നുമില്ലാതെ താഴേക്ക് വീഴുകയാണ്. പോലീസുകാരനെ കൊന്നവരും നീരജറിഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കൊള്ളാം, ദേവ എങ്ങനെയെങ്കിലും പിടികൂടാൻ. ആ പോലീസുകാരന്റെ ബോഡി അവരെ ഡിസ്പോസ് ചെയ്യുന്നു. ദീപക് ഇപ്പോഴും ഷോക്കിലായിരുന്നു. ഒരാളെ കൊല്ലണമെന്ന് അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തന്റെ കുടുംബത്തെ രക്ഷിച്ചെങ്കിലേ പറ്റൂ. നീരജിന് കൊടുത്ത വാക്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ അയാൾ തന്റെ കുടുംബത്തെ നശിപ്പിക്കും. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ ഇപ്പോൾ ദീപക് തയ്യാറാണ്. തൽക്കാലം നിങ്ങൾ ദേവയുടെ പുറകെ പോ, എനിക്കൊന്ന് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ദീപക് ആദ്യം അടുത്തുള്ള ദാബയിലേക്ക് കയറുന്നു. അവിടെയാകട്ടെ ഒരു മിനിസ്റ്ററിന്റെ മരണത്തിന്റെ വാർത്തകളായിരുന്നു. ഈ നീരജുമായിട്ട് കണക്ട് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ മരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ന്യൂസിലൂടെ ദീപക് മനസ്സിലാക്കുന്നു. നാളെ തന്റെ അവസ്ഥ ഇതുതന്നെയാണെന്ന് ദീപകിന് ഊഹിക്കാമായിരുന്നു. ദേവയാകട്ടെ ഓടി ഓടി വീണ്ടും നമ്മുടെ സമീറയുടെ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലെത്തി. ആ ഹോസ്റ്റലിന്റെ സെക്യൂരിറ്റിയോട് ഓൾറെഡി തന്നെ നീരജിന്റെ ആൾക്കാര് ദേവ ഇവിടെ വരുവാണെങ്കിൽ അറിയിക്കണമെന്ന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേവയെ കണ്ടതും അപ്പൊ തന്നെ അയാൾ നീരജിന്റെ ആൾക്കാരെ വിളിച്ചു പറയുന്നു. സമീറ അവിടേക്ക് വന്നതും ദേവ അവളോട് സംസാരിക്കുകയാണ്. എന്നെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ എല്ലാം തന്നെ ദീപക് സാറും മറ്റും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവര് പറയുന്നത് എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരെന്നെ തേടി വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടെങ്കിലേ പറ്റൂ. ഞാൻ എന്തിനാ വരുന്നതെന്ന് അവള് ചോദിക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? ഇതുപോലെ എന്നെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയുന്ന എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളെയും കൊല്ലും. ഇതൊക്കെ കേട്ട് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ആ സമയത്ത് ദീപകിന്റെ ആൾക്കാർ അവിടേക്ക് വരുന്നു. വേറെ വഴിയില്ലാതെ ദേവയാകട്ടെ സമീറയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതേ ടൈമിൽ ദീപക് ആകട്ടെ ശരിക്കും നീരജ് എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. ഈ ഒരു പണത്തിന്റെ സോഴ്സ് എന്താണെന്നും അയാൾ എന്തിനാണ് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നും കണ്ടുപിടിക്കുന്നു. ആ പെട്രോളിയം പ്രോജക്ടിനെ പറ്റിയെല്ലാം മനസ്സിലാക്കിയ ദീപക് ആകട്ടെ തന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ സത്യസന്ധനായ ഓഫീസറിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. നീരജിനെതിരെയുള്ള തെളിവുകൾ അയാൾ ശേഖരിക്കാൻ ആരംഭിച്ചു. അയാൾ തന്റെ വൈഫിനോട് പറയുന്നുണ്ട്, നീയും മകളും എത്രയും പെട്ടെന്ന് ദുബായിലേക്ക് പോകണമെന്ന്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഉടനെ തന്നെ വരാമെന്ന്. അവരെ അയാൾ സേഫ് ആക്കി. ഇവിടെ ദേവിയെ സമീറെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ബസ്സിലേക്ക് പോയി കയറുന്നു. സമീറയുടെ ഫോൺ ഓൺ ആയിരുന്നത് കാരണം അവളുടെ ഫോൺ ട്രാക്ക് ചെയ്ത് ആ ആൾക്കാർ ഇവിടേക്ക് വരുന്നു. ദേവ പെട്ടെന്ന് അവളെ കൊണ്ടൊരു വേസ്റ്റ് വണ്ടിയിലേക്കാണ് കയറുന്നത്. അതിനുള്ളിൽ കയറിയപ്പോൾ സമീറയ്ക്ക് മനസ്സിലായി ഇവർ തന്റെ ഫോൺ ട്രാക്ക് ചെയ്താണ് വരുന്നതെന്ന്. അതുകൊണ്ട് അവൾ പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്തു. പിന്നെ അവർക്കാകട്ടെ അവരെ ട്രാക്ക് ചെയ്യാനും പറ്റിയില്ല. കുറച്ച് കഴിയുമ്പോൾ ആ വണ്ടി അവിടെ നിന്ന് എടുക്കുകയും മറ്റൊരിടത്ത് കൊണ്ടുപോയി ആ വേസ്റ്റ് എല്ലാം തള്ളുകയും ചെയ്യുന്നു. ആ വേസ്റ്റിന്റെ കൂട്ടത്തിൽ അവരും താഴേക്ക് വീഴുന്നു. ദേവ കാരണമാണ് തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് പറഞ്ഞിട്ട് സമീർ ആകെ വഴക്കുണ്ടാക്കിയായിരുന്നു. ആ ടൈം കൊണ്ട് ദീപക് ആകട്ടെ നീരജിന്റെ ഇല്ലീഗൽ പ്രവൃത്തികൾ നടക്കുന്ന പലയിടങ്ങളിലും പോയിട്ട് അയാൾക്കെതിരെ ശേഖരിക്കാൻ പറ്റുന്ന തെളിവുകളെല്ലാം ശേഖരിച്ച് ഒരു ബാഗിലാക്കി. അത് അയാളാകട്ടെ ഒരു ലോക്കറിൽ കൊണ്ട് വെക്കുകയും ചെയ്യുന്നു. ആ ലോക്കർ സൂക്ഷിക്കുന്നിടത്ത് പിന്നീട് വന്ന് ആ ലോക്കർ ഓപ്പൺ ചെയ്യണമെങ്കിൽ അയാളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് വെച്ചിട്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ അയാൾ നീരജിന്റെ അടുത്ത് ചെല്ലുന്നു. നീരജ് ഇയാളോട് എങ്ങനെയെങ്കിലും ദേവയെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇവിടെ ദേവയും സമീറും തമ്മിൽ വഴക്ക് നടക്കുകയാണല്ലോ. സമീറ പറയുന്നുണ്ട്, നീ കാരണം ഞാനിപ്പോ മരിക്കേണ്ട അവസ്ഥയാണെന്ന്. ആദ്യം മരിക്കാൻ പോയ എന്റെ അടുത്ത് ജീവിക്കാൻ പറഞ്ഞ നീ തന്നെ ഇപ്പൊ എന്നെ കൊലയ്ക്ക് കൊടുക്കുന്നു. താൻ കാരണമാണ് ഇത്രയും ആൾക്കാർ മരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവനാകട്ടെ അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അത് ഓണാക്കി ദീപകിനെ വിളിക്കുകയാണ്. ദീപക് ആ ടൈമിൽ നീരജിന്റെ അടുത്തായിരുന്നു. അയാൾ ഫോൺ എടുത്തെങ്കിലും അങ്ങോട്ടൊന്നും തന്നെ പറഞ്ഞില്ല. ദേവ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ. ഇവനിങ്ങനെ പറയുന്ന കേട്ടിട്ട് സമീറ പെട്ടെന്ന് വന്ന് ഫോൺ വാങ്ങിയിട്ട് അത് ഓഫ് ചെയ്ത് വെക്കുന്നു. നിനക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിച്ചിട്ട്. ഇങ്ങനെ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്ന സമയത്ത് മരിച്ചുപോയ ഒരു
ഒരു ഭിക്ഷക്കാരനെ കുറച്ച് ആൾക്കാർ ചേർന്നിട്ട് നായ്ക്കളെയൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയിലേക്ക് കയറുന്നതാണ് കാണുന്നത്. അത് കണ്ട് മനസ്സ് തകർന്ന ദേവയാകട്ടെ അവരോട് പറയുന്നുണ്ട്, എനിക്ക് 1 മണിക്കൂർ സമയം എന്താ, ഞാൻ കാശുമായിട്ട് വരാം, ഇയാളെ നല്ലപോലെ ദഹിപ്പിക്കണം, അല്ലെങ്കിൽ ഇയാൾ അടുത്ത ജന്മവും ഭിക്ഷക്കാരനായിട്ട് ജനിക്കുമെന്ന്. അവൻ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ സമീറയ്ക്കും വിഷമം തോന്നുന്നു. കാശുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആ ഫ്ളാറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്തിനാ വന്നെന്ന് സമീറ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട, ആ സെക്യൂരിറ്റിന്റെ അടുത്ത് പോയിട്ട് ഓൾഡ് മങ്കെന്ന് പറഞ്ഞാൽ മതി, അയാൾ അപ്പോൾ ഒരു കീ തരുമെന്ന്. അവൻ പറഞ്ഞ പോലെ അവൾ ചെയ്യുകയും അയാൾ കീ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇവർ നേരെ പോകുന്നത് ആ നാരായണന്റെ ഫ്ളാറ്റിലേക്കാണ്. നേരത്തെ ഇവൻ എസ്ഐയുമായിട്ട് വന്ന സമയത്ത് അവിടെ ഒരുപാട് പണം ഇരിക്കുന്ന കണ്ടല്ലോ, ആ പണം എല്ലാം തന്നെ അവളെ കാണിക്കുന്നു. ഇത് കണ്ട് അവള് തന്നെ ഞെട്ടിപ്പോയി. അവൻ അവളോട് പറയുന്നുണ്ട്, നീ നിന്റെ ഫോൺ എന്റെ കയ്യിലെത്താ, ദീപക് സാർ ഇതിലേക്കായിരിക്കും വിളിക്കുന്നത്, പിന്നെ ഇതിൽ നിന്നും നിനക്ക് എത്ര കാശ് ആവശ്യമുണ്ടോ അതെല്ലാം നീ കൊണ്ടുപോയിക്കോ, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൊള്ളാൻ. എന്നാൽ തൽക്കാലം ഇപ്പൊ അവന്റെ കൂടെ നിൽക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. അവിടെ നിന്നും കുറച്ച് കാശ് കൊടുത്തുകൊണ്ട് അവൻ നേരെ പോയി ആ യാചകന്റെ മൃതദേഹം അടക്കുന്ന ചടങ്ങുകളെല്ലാം ചെയ്യുന്നു. ആ സമയത്ത് അവൻ നല്ല രീതിയിലായിരുന്നു വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്. ബാക്കിയുണ്ടായിരുന്ന കുറെ കാശ് ആ യാചകർക്കെല്ലാം അവൻ കൊടുക്കുന്നു. എല്ലാവരും അത് കൈനീട്ടി വാങ്ങുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലായി ഈ കാശെല്ലാം കൊണ്ട് ഈ യാചകർക്ക് ഒരുപാട് ഗുണം ഉണ്ടാകുമെന്ന്. അവന്റെ മനസ്സിൽ എന്തോ ഒരു പ്ലാൻ തോന്നുന്നുണ്ട്. അവൻ പെട്ടെന്ന് ദീപകിനെ കോൾ ചെയ്യുന്നു. ആ ടൈമിൽ നീരജും കൂട്ടരും എല്ലാം അടുത്തുണ്ടായിരുന്നു. സ്പീക്കറിലിടാൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അവരെല്ലാം ഞെട്ടി. എനിക്ക് കാശ് വേണമെന്നാണ് അവൻ പറയുന്നത്. 500 1000 ഒക്കെ നിനക്ക് തരാമെന്ന് അവർ പറഞ്ഞെങ്കിലും അതൊന്നുമല്ല, എന്റെ പേരിൽ ബാങ്കിൽ കിടക്കുന്ന 10,000 കോടിയാണ് എനിക്ക് വേണ്ടതെന്നാണ് അവൻ പറയുന്നത്. ഇത് കേട്ട് നീരജ് ഞെട്ടിപ്പോയി. ഒരു ഭിക്ഷക്കാരനെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അങ്ങനൊരു അറിവും ഇവൻ ഉണ്ടാകില്ല എന്ന് വിചാരിച്ചാണല്ലോ ഇവനെ സെലക്ട് ചെയ്തത്. എന്നാൽ അത്ര കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എത്ര രൂപയാണെന്ന് അറിയാമോ എന്ന് അവർ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കറിയാമെന്ന്. ഈ നാട്ടിലുള്ള സകല ഭിക്ഷക്കാരെയും സേഫ് ആയിട്ട് ഒരിടത്ത് താമസിപ്പിക്കാനും അവർക്കുള്ള ആഹാരവും വസ്ത്രവും ഒക്കെ കൊടുക്കാൻ പറ്റിയ തുകയാണെന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ദീപകിന് ചിരി വരുന്നുണ്ട്. കാരണം ദേവ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ദീപക്കും ആഗ്രഹിച്ചത്. അയാൾ ഇപ്പോൾ നീരജിന് എതിരാണല്ലോ, എന്നാൽ അയാളുടെ കൂടെ നിൽക്കുന്നതായിട്ട് വെറുതെ അഭിനയിക്കുകയാണ്. നീരജിന് ഇതെല്ലാം കിട്ടിയിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. ഒരു ഭിക്ഷക്കാരൻ എന്നോട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു, കാശ് കിട്ടിയില്ലെങ്കിലും അവനെ കൊല്ലണമെന്നായി അയാളുടെ മനസ്സിൽ. എന്നാൽ ഇവിടെ ദേവയാകട്ടെ സമീറയോട് പറയുന്നുണ്ട്, എന്റെ മനസ്സിൽ തോന്നുന്ന പ്ലാൻ വെച്ചിട്ട് ഞാൻ ദീപക് സാറിനെ പിടിക്കണം കൈയോടെ, എന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. നിനക്കിങ്ങനെ ദീപകിനെ പിടിക്കാൻ പറ്റുമെന്ന് സമീറ ചോദിക്കുന്നു. അതിനൊക്കെ ഒരു പ്ലാൻ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. അവൻ ഫോൺ വിളിച്ച് ദീപകിനോട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറയുന്നു. അങ്ങനെ ദീപക്കും കൂട്ടരും അവിടേക്ക് എത്തി. അവനൊരു പനയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. ദീപക് കൂടെയുള്ള ആൾക്കാരെ എല്ലാം തന്നെ പലയിടങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നു. ദേവയ്ക്ക് വേണ്ടിയിട്ട് ദീപക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ദേവയാകട്ടെ ബാക്കിലൂടെ വന്ന് ദീപകിനെ ആക്രമിച്ച് ബോധം കെടുത്തി ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ബോധം വരുമ്പോ അയാളോട് അവൻ പറയുന്നത്, ആ കാശ് മുഴുവൻ എനിക്ക് നിങ്ങൾ എടുത്തു തരണമെന്ന്. എന്നാൽ ദീപക് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ നിസ്സാരക്കാരല്ല അവര്, ഞാൻ പോലും അവരുടെ സത്യങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയത്. ഞാൻ നിനക്ക് എതിരല്ല, ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. പക്ഷെ ദീപകിനെ അവർക്ക് കണ്ണുടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാരണം അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ കേൾക്കുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന കേളുവിനെയും ദിബിയെയും ഖുഷ്ബുവിനെ എല്ലാം അവർ കൊന്നില്ലേ, അത് നിങ്ങളും കൂടെ അറിഞ്ഞിട്ടല്ലേ എന്ന് പറയുന്നു. എന്നാൽ ദീപക് പറയുന്നുണ്ട്, ആദ്യം എനിക്കത് അറിയില്ലായിരുന്നു എന്ന്. പിന്നീട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്നെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. നിന്നെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന പോലെ തന്നെയാണ് എന്നെ അവർ പിടിച്ചുകൊണ്ട് വന്നത്. ഖുഷ്ബുവിനോട് എന്നാലും എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഖുഷ്ബുവിനൊന്നും പറ്റിയിട്ടില്ല എന്ന്, അവൾ സേഫ് ആണ്, ഞാൻ അവളെ രക്ഷിച്ച് ഒരിടത്ത് താമസിപ്പിച്ചിട്ടുണ്ട്. അത് കേട്ടതും ദേവ ആകെ സന്തോഷത്തിലായി. നിങ്ങൾ ഈ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ എന്നെ ഖുഷ്ബുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കാം. അങ്ങനെ ദീപകിനെ അവർ അഴിച്ചുവിടുന്നുണ്ട്. എന്നിട്ട് ഇവർ 3 പേരും കൂടി ആദ്യം പോകുന്നത് ദീപക് സേഫാക്കി വെച്ചിരുന്ന ആ എവിഡൻസ് എല്ലാം എടുക്കാനാണ്. ലോക്കറിൽ നിന്ന് അത് എടുക്കണമെങ്കിൽ ഇയാളുടെ ഫോൺ ഓൺ ചെയ്തിട്ട് OTP കൊടുക്കണം. ആ ടൈമിൽ ഇയാൾ ഫോൺ ഓൺ ചെയ്തതും നീരജിന്റെ ആൾക്കാർ ഇയാളെ ട്രാക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് എവിഡൻസ് എടുത്തുകൊണ്ട് ഇവർ നേരെ പോകുന്നത് ഒരു ഓർഫനേജിലേക്കാണ്. അവിടെയായിരുന്നു ഖുഷ്ബു ഉണ്ടായിരുന്നത്. ഖുഷ്ബുവിനെ കണ്ടതും സന്തോഷത്തോടെ ദേവ ഓടിപ്പോയി ഖുഷ്ബുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കുറച്ചു ദിവസത്തിനകം അവൾക്ക് കുഞ്ഞു പറക്കുമെന്നാണ് അവൾ പറയുന്നത്. പക്ഷെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നീരജിന്റെ ആൾക്കാർ അവിടേക്ക് വരികയും ഇവരെ എല്ലാം തന്നെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും രക്ഷപ്പെടാനുള്ള ഓട്ടത്തിലായിരുന്നു. ദേവയും കൂട്ടരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദീപക് ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ആ റോബോ ആകട്ടെ ഖുഷ്ബുവിനെ വീണ്ടും ജീവനോടെ കണ്ടതോടെ അവന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ അവളോട് തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അവളെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ അവൾക്ക് ഒരുപാട് പരുക്കം പറ്റുന്നു. എങ്ങനെയൊക്കെയോ സമീറയും ദേവയും ചേർന്നിട്ട് അവളെ രക്ഷിച്ചുകൊണ്ട് ഒരിടത്തേക്ക് കൊണ്ടുപോവുകയാണ്. ദീപക്കും അവരുടെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആൾക്കാരെ ദേവയും കൂട്ടരെയും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദീപക് ഒരു ഗേറ്റിന്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്യുകയാണ്. അയാൾക്കും വെടിയേറ്റിട്ടുണ്ടായിരുന്നു. പരുക്കുകൾ ഒരുപാട് പറ്റിയ ഖുഷ്ബുവിന് ഡെലിവറി പെയിൻ തുടങ്ങി. അവൾ പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു. അടുത്ത നിമിഷം മരിക്കുകയും ചെയ്തു. ദേവയും സമീറയും ആകെ തകർന്നു. ദീപക് ശേഖരിച്ചു വെച്ച എവിഡൻസ് മാത്രമേ ഇപ്പൊ അവരുടെ കയ്യിലുള്ളൂ. അവർ ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഈ കുഞ്ഞിനെയും കൊണ്ട് ഇനി എത്ര ദൂരം നമ്മൾ ഓടുമെന്ന് സമീറ ചോദിക്കുമ്പോൾ ദേവ പറയുന്നുണ്ട്, ഇനി നമ്മൾ ഓടണ്ട, അവർക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാമെന്ന്. നീരജിനെ പോലുള്ള ആൾക്കാർക്ക് മാത്രമുള്ള ലോകമല്ല ഇത്, എന്നെ പോലുള്ള ആൾക്കാർക്കും ഇവിടെ ജീവിക്കണം. നീരജിന് ഒരുപാട് പവർ ഉണ്ടെന്നല്ലേ പറയുന്നത്, ആ പവർ തന്നെ ഇല്ലാതാക്കുന്ന ജോലിയാണ് താൻ ചെയ്യാൻ പോകുന്നതെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവൻ നേരെ പോകുന്നത് നീരജ് ഗോഡൌണിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കാശ് എടുക്കാനായിരുന്നു. ആ ക്യാഷ് മുഴുവൻ ഒരു ലോറിയിലാക്കി അവനാകിട്ട നീരജിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് തട്ടുന്നു. ജനങ്ങൾ മുഴുവൻ ആ കാശ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി
നടക്കുകയാണ്. പിന്നീട് അവിടേക്ക് ഒരുപാട് പോലീസുകാരും സെക്യൂരിറ്റി എല്ലാം തന്നെ വരുന്നുണ്ട്. ആ സംഭവത്തോടു കൂടി CM-ഉം മറ്റു പൊളിറ്റീഷ്യൻസും എല്ലാം തന്നെ നീരജിന്റെ എതിരെയായി. ഈ പണത്തിന്റെ പുറകെയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ വരികയാണെങ്കിൽ തങ്ങളും കുടുങ്ങുമെന്ന് ഈ പൊളിറ്റീഷ്യൻസിന് അറിയാം. അതിന്റെ കൂടെ അവിടുത്തെ സെക്യൂരിറ്റിയുടെ കയ്യിൽ നമ്മുടെ ദേവ ഒരു പെൻഡ്രൈവ് കൂടി കൊടുത്തയക്കുന്നു. ആ പെൻഡ്രൈവ് കാണുന്ന ഇവർ ഞെട്ടിപ്പോകുന്നുണ്ട്. അതിനകത്ത് നീരജിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ദീപക് പറയുന്നതായിരുന്നു. ആ ടൈമിൽ തന്നെ ദീപകിന്റെ ഫോണിൽ നിന്നും ദേവയാകട്ടെ ഇയാളെ വിളിക്കുകയും ചെയ്യുന്നു. ദേഷ്യത്തോടെ നീ എവിടാണെന്നും നിനക്ക് എന്താ വേണ്ടതെന്നും നീരജ് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട്, നിങ്ങൾ കാരണം ദീപക് സാറും മരിച്ചു, ഖുഷ്ബുവും മരിച്ചു. പക്ഷെ ദീപക് സാറിന്റെ കയ്യിലുള്ള എവിഡൻസ് എല്ലാം എന്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചു വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഭിക്ഷക്കാരനാകണം. അങ്ങനെ ഭിക്ഷ എടുക്കുന്നവരുടെ അവസ്ഥ എന്താണെന്നും അവരുടെ വേദന എന്താണെന്നും താൻ മനസ്സിലാക്കണം. നീരജിന് അതെല്ലാം കേട്ടിട്ട് കലി വരുന്നുണ്ട്. എന്നാൽ ആ എവിഡൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഇപ്പോൾ എന്തും ചെയ്യുന്ന ഒരു രീതിയിലാണ്. അങ്ങനെ അവൻ പറഞ്ഞ പ്രകാരം അയാൾ ഭിക്ഷക്കാരനായിട്ട് റോഡ് സൈഡിലൊക്കെ പോയിരിക്കുകയാണ്. പക്ഷെ തന്റെ ആൾക്കാരെ എല്ലാം തന്നെ അയാൾ ചുറ്റും പല ഭാഗത്തായിട്ട് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദേവ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ദൂരെ ഒളിച്ചിരുന്ന ദേവയാകട്ടെ പലയിടത്തു നിന്നും ഇയാളെ നോക്കുന്നുണ്ട്. വെറുതെ ഇരുന്നാ പോരാ, നല്ലപോലെ ഭിക്ഷ എടുക്കാൻ പറയുന്നു. ആ ഒരൊറ്റ ദിവസം കൊണ്ട് ഭിക്ഷക്കാർ അനുഭവിക്കുന്നതെല്ലാം തന്നെ അയാൾ അനുഭവിച്ചു. റോഡ് സൈഡിലിരുന്ന അയാളുടെ മുന്നിലൂടെ സമീറയാകട്ടെ ഖുഷ്ബുവിന്റെ കുഞ്ഞിനെ കൊണ്ട് പോകുന്നുണ്ട്. ആ കുഞ്ഞിന്റെ കൈ കൊണ്ട് അയാളുടെ പാത്രത്തിലും അവൾ ഭിക്ഷ ഇടിയിപ്പിക്കുന്നു. സമീറയെ ഇതുവരെ അയാൾ കണ്ടിട്ടില്ലാത്ത കാരണം അവൾ ആരാണെന്നോ എന്താണെന്നോ അയാൾക്ക് മനസ്സിലായില്ല. പിന്നീട് മറ്റൊരാൾ കൂടി വന്നിട്ട് തല മറച്ചുകൊണ്ട് ഇയാളുടെ പാത്രത്തിൽ ഭിക്ഷ ഇടുന്നു. അയാളെ കണ്ടതും പെട്ടെന്ന് നീരജ് തന്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അത് ദേവയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇയാളുടെ ആൾക്കാരെല്ലാം തന്നെ ഇയാളുടെ പിറകെ പോയി. പക്ഷെ അത് ദേവയായിരുന്നില്ല, മറ്റാരോ ആയിരുന്നു. ആ നേരം കൊണ്ട് ദേവ ബാക്കിലൂടെ വന്നിട്ട് നീരജിന്റെ തലക്കടിച്ച് അയാളെ ബോധം കെടുത്തി വേസ്റ്റ് കൂനയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ബോധം വരുമ്പോ തന്റെ അവസ്ഥ കണ്ടിട്ട് അയാൾക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. അയാൾ ദേവയുമായിട്ട് അടിയുണ്ടാക്കുകയാണ്. ഖുഷ്ബുവിനോടും ദീപകിനോടും ഒക്കെ ചെയ്തതിന് ദേവ ഇപ്പോൾ പ്രതികാരം ചെയ്യാനുള്ള മൂഡിലായിരുന്നു. എന്നാൽ ദേവയുടെ കയ്യിലിരുന്ന ആ കുഞ്ഞിനെ നീരജ് തട്ടിത്തെറിപ്പിക്കുന്നു. ദൂരേക്ക് പോയി വീണ ആ കുഞ്ഞിന് അനക്കം ഉണ്ടായിരുന്നില്ല. സമീറ കരഞ്ഞുകൊണ്ട് അതിനെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കുറച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞ് കരയാൻ തുടങ്ങി. അത് കേട്ടപ്പോഴാണ് ദേവയ്ക്ക് സമാധാനമായത്. പക്ഷെ ആ കുഞ്ഞിനോട് അങ്ങനെ ചെയ്ത നീരജിനെ അവൻ വെറുതെ വിട്ടില്ല. അയാളുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ അയാളെ അവൻ കൊന്നു കളയുകയാണ്. എന്നിട്ട് ആ വേസ്റ്റ് കൂനയ്ക്ക് മുഴുവൻ തീയിടുന്നു. ആ വേസ്റ്റിനോടൊപ്പം അയാളുടെ ശരീരവും കത്തി. ഖുഷ്ബുവിന്റെ ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നമുക്ക് വളർത്താമെന്നായിരുന്നു ഇവർ പറയുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് അവൻ നേരെ തിരുപ്പതിയിലേക്ക് എത്തുന്നു. തന്റെ കയ്യിലുള്ള പണം കൊണ്ട് ഈ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താൻ തന്നെ അവൻ തീരുമാനിച്ചു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.